ഏയ് ചിത്തട്ടെ ആ മനു നീ ഭയങ്കര സന്തോഷത്തിനാണുള്ള കല്യാണം സെറ്റായിട്ടാ ആ കുറച്ച് നാളെ ചിത്തട്ടാ പെണ്ണന്വേഷണത്തിന് പഠനം സെറ്റായിണ്ട്. അതെ പെണ്ണിന്റെ മാമാരില്ലേ വഴിക്ക് വരുന്നുണ്ട്. ചേട്ടാ എന്റെ വീടും പറഞ്ഞു കൊടുക്കും. അതിനെന്താടാ അത് മതി. ഞാനേ അടായിരുന്നു വിട്ടരാം. അക്കാര്യം ഞാൻ ഏറ്റു, നീ പോയിക്കോ. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമില്ലടാ. വിത്തൗട്ട് രമേശനാ എന്തിട്ട് പരിപാടി? ആ പോയതേ നമ്മുടെ മോഹനാണ്ട് മല്ല. ആ അവന്റെ കല്യാണം ശരിയായിട്ടുണ്ട് രമേശ. പെണ്ണിന്റെ മാമന്മാര് വരുന്നുണ്ട്, അവർക്ക് വീട് പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇരിക്കുക. അത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്ന്. അതെ അല്ല എന്നാ വലിയ ഉപകാരമായി. എനിക്കാണെങ്കിൽ ഒന്ന് ബാങ്കിൽ പോകാനുണ്ട്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അജിത്തടമൊക്ക അത് മുളി രമേശനേറ്റു. പിന്നെ ചെക്കനെ കുറിച്ച് നല്ലതേ പറയാവൂ കേട്ടാ. നിന്റെ പരദൂഷണം ഇടപാടൊന്നും നടത്തല്ലേ. എന്റെ ചിത്തട്ടാ രമേശൻ പരദോഷം നിർത്തിട്ട് കാലത്രേ. അല്ല, നീ അടയ്ക്ക പോലെ ഇരുന്നാലും അടയ്ക്കാമത്തിന്റെ സ്വഭാവമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. ചിത്തടമൊക്ക അത് മുളേറ്റു കല്യാണം നമ്മള് പൊളിക്കും. രമേശേറ്റൂട്ടാ. പിന്നെ ആ മാമാരോട് വരട്ടെ. രമേശനായിരുന്നു കാഞ്ചണ്ടി. ചേട്ടാ നമ്മുടെ സാറിന്റെ മോനെ വീട് ഏതാ? ഏത് മനു? മനുവാ? മോഹനാട്ട മോനെ മനുവാ? അവനിപ്പ എന്നോടൊന്ന് പോയല്ലോ ബീവറേജ് കൊടുക്കാൻ. എന്റെ ആര് വാങ്ങിച്ചപ്പനെ പോയത് സാധനം വാങ്ങാൻ വേണ്ടിട്ട്. അവന് വേറെ പണിന്നിട്ടില്ല, ആൾക്കാരിന്ന് പൈസ വാങ്ങാ പോയി അടിക്കേ. സത്യാണോന്നാ? നാട്ടാർക്ക് മൊത്തം അറിയാലോ അവനെ പറ്റിട്ട്. ഒന്നും അറിയില്ലല്ലേ ഇപ്പൊ. ആർക്കാ കല്യാണം നോക്കണ്? ഒറ്റ മോളാണേ. ഒറ്റ മോളല്ലേ ഉള്ളോ? നോക്കി കണ്ടു കൊടുത്താ പോരെ. തനിക്ക് ആള് മാറിയിട്ടുണ്ടാവും. താൻ പറഞ്ഞ പയ്യൻ അത്രക്കാരനല്ല. അല്ലാന്നാ? എന്നാ നേരിട്ട് കാണിച്ചരാം, അപ്പൊ ബോധ്യമില്ലേ? വാ വായൊന്ന്. ഏയ് സാധ്യതയില്ല, നമ്മൾ അന്വേഷിച്ചതല്ല അവനെ കുറിച്ച്. അതെ നിങ്ങളോട് ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. എന്ത് കൊല്ലാപ്പണാവോ ഇനി? ഏത് യു പി? ആരും മറന്ന ചവൻ എന്തായാലും അവിടെ അടിക്കാനൊക്കെ കൊടുക്കാല്ലേ. ആർക്കേനും കൊടുക്കാം. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? കുപ്പി വിശ്വാസായേ? നമ്മുടെ കൊച്ചു രക്ഷപ്പെട്ടുട്ടാ. ഒരുപാട് നന്ദി കേട്ടാ രക്ഷിച്ചതിന്. ഇതേപോലെ എത്ര പേര് രമേശൻ രക്ഷിച്ചിടുന്നു. അല്ല അല്ല ചേട്ടന്റെ പേരെന്താ? പരദൂഷണം വിത്തോട്ട് രമേശൻ. പരദൂഷണ? വിത്തോട്ട് രമേശൻ. അപ്പൊ ശരി കാണാം. ഓക്കെ ഓക്കെ. ഈ നാട്ടിലും ഇങ്ങനത്തെ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലേ. ഈ നാടിന്റെ ഒരു ഭാഗ്യം നോക്കിയേ. 1/2 ലിറ്റർ പോയാലും കുഴപ്പമില്ലേ, ഇവിടുത്തെ കല്യാണം മുടങ്ങില്ലേ. അല്ല വയച്ചേ ഈയിടെ ആയിട്ട് തടി കുറച്ച് കൂടിട്ടാ. നീ പോടാ വിത്തോട്ട് രമേശ, നിന്റെ പെണ്ണിനോട് പോയി പറയടാ. എന്താ പ്രശ്നം? അതെ കല്യാണം മുടക്കണ് വിത്തൗട്ട് രമേശനല്ലേ? ഞാനതിന് ചേട്ടൻ എന്തിനാ ഓടുന്നപ്പോ പേടിച്ചു പോയി. അതെയാ രമേശേട്ടാ, ഒരു കല്യാണം മുടക്കാണ്ട് അത് രമേശേട്ടൻ തന്നെ മുടക്കി തരണം. അതിനെന്താ കോപ്പം? എത്ര കല്യാണം രമേശൻ മുടക്കിന്റെ അറിയൂ?
ഒരാൾക്കൊരു സംശയം തോന്നിയിട്ടില്ലേ? ആ ഈ കല്യാണം ഞാൻ മുടക്കിയതാന്ന്. അത് മതി. രമേശൻ മുടക്കിയതാ. പിന്നെ 5000 വേണം. 5000 രൂപ. 5000 എന്തിനാ? കല്യാണം നടത്തുന്ന ഒരു 10,000 20,000 വാങ്ങില്ലേ? കല്യാണം മുടക്കുന്ന ഒരു പൈസ ഉണ്ടേ. ഞങ്ങളെന്താ പൊട്ടന്മാരാ? ശരി ശരി. അല്ല അത് GP ആയിട്ട് വേണോ ക്യാഷ് ആയിട്ട് വേണം? അത് ക്യാഷ് ആയിട്ട് ക്യാഷ് ആയിട്ട് മതിയാ? എവിടെ വീട്? അവിടെ തന്നെ കാരമുക്ക് പള്ളി പോണ വഴിയില്ലേ? അപ്പൊ നമ്മുടെ സുധാകരന്റെ മോന്റെ കല്യാണം മുടക്കിയ ലൈനില്ലേ? ആളുടെ മോനാണ് ഞാൻ.